നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണരാജ്. വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഏറെ വിഷമത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. റാഗിംഗ് എന്നുള്ള പേരിൽ കാണിച്ചു കൂട്ടിയ സമാനതകളില്ലാത്ത ക്രൂരത സഹജീവികളോട് കാണിച്ച ഒരു തരത്തിലുള്ള സമാനതകളുമില്ലാത്ത ക്രൂരതയാണ് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. ഒരു വിദ്യാർത്ഥിയെ ഉപദ്രവിക്കാവുന്നതിൻ്റെ അല്ലെങ്കിൽ പീഡിപ്പിക്കാവുന്നതിൻ്റെ ഏറ്റവും മോശം രീതിയിൽ ആ കുട്ടിയെ ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ച് മരണത്തിൽ നിന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. അത്രയധികം ക്രൂരന്മാരാകാൻ സാധിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഭാവിയിൽ ആതുര സേവകരാകാൻ പോകുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഈ കാര്യം ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഒരു കോളേജിൽ കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസത്തിന് വിടുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ബെയർ മിനിമം കാര്യങ്ങൾ, ആ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും മിനിമം കാര്യങ്ങൾ. കാരണം ഈ വാർത്ത കേട്ട ഉടനെ ഏറ്റവും ഞെടുക്കത്തോടെ അതിനെ ഉൾക്കൊണ്ടത് ഉടൻ തന്നെ ഏതെങ്കിലും ഹയർ എഡ്യൂക്കേഷന് കുട്ടികളെ വിടാൻ ആഗ്രഹിച്ച രക്ഷിതാക്കളായിരിക്കും. അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. ദൈവമേ, ഇതാണോ ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അവസ്ഥ? ഇതാണോ ഞങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ? ഈ ഒരു ചിന്ത ഒരുപാട് പേരെ അലട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ, കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല സമൂഹത്തിൽ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ദയവായിട്ട് ഇതൊന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഏതാണ്ട് 18-20 വർഷത്തോളമായി ക്യാമ്പസുകളിൽ പഠിപ്പിച്ച് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഏതാണ്ട് 100-ലധികം ക്യാമ്പസുകളിൽ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പല ക്യാമ്പസുകളിലും വർഷങ്ങളായി കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗവൺമെൻറ് ക്യാമ്പസുകളിലെയും സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് എയ്ഡഡ് ക്യാമ്പസുകളിലെയും ഒക്കെ രീതി എനിക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രക്തം തിളയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ആ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അതായത് ഒരു നിരാലംബനായ, ആരും സഹായിക്കാനില്ലാത്ത ഒരു കുട്ടിയെ ഏറ്റവും മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു രംഗങ്ങൾ സാധാരണപ്പെട്ട ആർക്കും കണ്ടു നിൽക്കാൻ ആ രംഗങ്ങൾ സാധിക്കില്ല എന്നുള്ളതാണ്. കോമ്പസ് കൊണ്ട് പച്ച മാംസത്തിൽ എണ്ണമിട്ട് കുത്തി ഇറക്കുന്നത് നമ്മൾ കണ്ടു. കണ്ണിൽ ഡെറ്റോള് തുറന്നൊഴിച്ച് നീറുന്നുണ്ട് എങ്കിലൊന്ന് വേണമെങ്കിൽ തുടച്ചോളൂ എന്നുള്ളൊരു ഉപകാരം പറയുന്നത് കേട്ടു. ഇവരെയൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പണ്ട് കാലത്തെ ശിക്ഷാവിധിയാണ് ഇവർക്ക് നല്ലത്. ജനമധ്യത്തിൽ ചന്തയിൽ കൊണ്ട് ഒരു മുക്കാലിയിൽ കെട്ടിയിട്ട് അടിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്തത്. ഒരു വീഡിയോയിൽ ഇതിങ്ങനെ പറയുന്നതിൻ്റെ എത്രമാത്രം അതിനകത്ത് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതൊരു ശരിയല്ലാത്തതാണ് എന്നെനിക്കറിയാം. ആ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ഇവരെ പൊതുമധ്യത്തിലിട്ട് മുക്കാലിയിൽ അടിക്കേണ്ട വിദ്യാർത്ഥികളാണ്. ഇവരെ വിദ്യാർത്ഥികളെന്നുള്ള വാക്ക് പോലും ഇവർക്ക് ഉപയോഗിക്കാനുള്ള യാതൊരു സാങ്കത്യവുമില്ല. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഈ വിദ്യാർത്ഥികളെ, ഈ 4 പേരെ ഐഡൻറ്റിഫൈ ചെയ്തവരെയും പിന്നീട് ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെയും തുടർ പഠനം നഴ്സിംഗിന് ഏതായാലും അനുവദിക്കില്ല എന്നവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അവർക്കിനി നഴ്സസ് ആകാൻ ഇന്ത്യയിൽ സാധിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഈ ചിത്രങ്ങൾ, നമ്മൾ ആ പത്രങ്ങളിൽ വന്ന ചിത്രങ്ങളൊക്കെ എല്ലാ കോളേജ് അധികൃതരും ഒന്ന് നോട്ട് ചെയ്തൊരു ഫയലിലിട്ട് വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ വിദ്വാൻമാർ അവിടെ ഒരു അഡ്മിഷന് വേണ്ടി വരികയാണെങ്കിൽ അവരെ അവിടെ വെച്ച് തന്നെ നല്ല ചൂരലിനടിച്ച് ഓടിക്കണം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവർ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും, ഇന്ത്യയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പഠിക്കുവാനുള്ള യാതൊരു അർഹതയും ഇവർക്കില്ല. ഇവർ മാപ്പർഹിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ നിൽക്കട്ടെ. നമുക്കെന്ത് ചെയ്യാം? നമ്മളുടെ വിദ്യാർത്ഥികളെ ഈ ക്രൂരതയുടെ മുഖം മൂടി അണിഞ്ഞവരിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് നമ്മുടെ കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, 0 ടോളറൻസ് ടു റാഗിങ്. റാഗിങ് എന്ന് പറയുന്നതിനോട് ഒരു ടോളറൻസും വേണ്ട. ചില ആൾക്കാർ പറയാറുണ്ട്, ഫസ്റ്റ് ഇയേഴ്സ് അല്ലേ, അവരെ കൊണ്ടൊന്ന് പാട്ട് പാടിപ്പിച്ചോട്ടെ, അവരൊന്ന് ഡാൻസ് കളിക്കുന്നതിൽ എന്താ തെറ്റ്? അവരെ കൊണ്ട് ഒന്ന് മൂളിപ്പാട്ട് പാടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? അവരെ കൊണ്ട് ഒന്ന് സാങ്കല്പിക കസേരയിൽ ഇരുത്തുന്നതിൽ എന്താ തെറ്റ്? അതൊക്കെ അവരുടെ ഭാവിയിലെ അവരുടെ മനക്കട്ടി ഉള്ളവരാക്കി മാറ്റുവാൻ സഹായിക്കും എന്നൊക്കെ പല അധ്യാപകർ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, സീനിയർ വിദ്യാർത്ഥികൾ, അതായത് 1 വർഷമോ 2 വർഷമോ സീനിയർ ആയിട്ടുള്ളവർ പരിശീലനം കൊടുത്ത് മനക്കട്ടി വർദ്ധിപ്പിക്കുന്ന കാര്യം ഒരു സിലബസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള മനക്കട്ടി വർധന പരിശീലന
പരിപാടികളൊന്നും നടത്താൻ ഇത്തരം സീനിയേഴ്സിനെ ആരും ഏർപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് സീറോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റാഗിങ്ങിനെയും ഒരു തരത്തിലും അതിൻ്റെ ഏറ്റവും ചെറിയ കണിക പോലും അനുവദിക്കാതിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. ഇതുകൊണ്ട് പ്രശ്നമുണ്ടാകുന്നത് ഒരു സാധാരണക്കാരായുള്ള സീനിയേഴ്സ് പോലും ചെറിയൊരു തമാശ പറഞ്ഞാൽ പോലും പലയിടത്തും പ്രശ്നമുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് ന്യായമായിരിക്കും. പക്ഷേ അതിനും ഇവിടെ ഈ കാര്യമില്ല. കാരണം ഇത്തരം കാപാലികന്മാർ ക്യാമ്പസിൽ കറങ്ങി നടക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ പിന്തുണ നേടുമ്പോൾ ഇത്തരത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള സീനിയേഴ്സിനും ഒരുപക്ഷെ പ്രശ്നമുണ്ടാവും. അവരും കുറച്ച് നാൾ ഇവരിൽ നിന്നും ജൂനിയേഴ്സിൽ നിന്നും അകലം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഇത്തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള റാഗിങ് അനുവദിക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്ത അധ്യാപകരും ഒഴിവാക്കുക, വിദ്യാർത്ഥികളും അതിനെ ഒഴിവാക്കുക. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ടോളറൻസും വേണ്ട. നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം, ഒരു സംസാരം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള ആവശ്യപ്പെടൽ നിങ്ങളുടെ സീനിയേഴ്സിൽ നിന്നുണ്ടായാൽ ഒന്നാമത്തെ കാര്യം റാഗിങ്, ആൻറ്റി റാഗിങ് ഒരു സെല്ല്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപകൻ എല്ലാ കോളേജിലും ഉണ്ടായിരിക്കണമെന്ന് നിയമമുണ്ട്. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ അത് മീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു റാഗിങ് അനുഭവം ഉണ്ടായി, അത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിന് രേഖാമൂലം ഞാൻ പരാതി നൽകുന്നു, കടലാസിൽ എഴുതി പരാതി കൊടുത്ത് അത് സ്ഥാപനത്തിൻ്റെ മേലധികാരിയിലേക്ക് എത്തിക്കുവാൻ ഉറപ്പാക്കുക. അവിടെ വെച്ച് കോംപ്രമൈസ് ആവാതെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ, ഒരാളിനെ ഉപദ്രവിക്കുന്നതാകാം, ഒന്ന് അടിച്ചതാകാം, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഹോസ്റ്റൽ റൂമിൽ ചെയ്യിപ്പിച്ചതാകാം, അതിന് രേഖാമൂലം പരാതി കൊടുക്കുക. അതിന് ക്രിമിനൽ കേസായിട്ട്, അതൊരു കേസായി തന്നെ രജിസ്റ്റർ ചെയ്യുക, പോലീസിൽ ആ വിവരം അറിയിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മൾ കുട്ടികളെ ഒന്ന് ബ്രേവ് ആകാൻ പരിശീലിപ്പിക്കുക. അതായത് ഈ കേസിൽ നമ്മൾ കേട്ട് അറിഞ്ഞത്, ആ കുട്ടികൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഓർത്തു ഫസ്റ്റ് ഇയർ അല്ലേ, ഞങ്ങൾ ഇവരെ എതിർത്താൽ ഞങ്ങളുടെ പഠനം ഇവർ ഇല്ലാതാക്കും, ഞങ്ങളെ കൊന്നുകളയും. ഇത്തരത്തിലുള്ള ഭീഷണികളിലൊക്കെ ഇവർ പെട്ടെന്ന് ഞെടുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ അതിലൊന്ന് തകർന്നു പോകുന്ന കുട്ടികളായിട്ട് മാറാതെ, ഈ അനുഭവം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇവർ സ്വതന്ത്രമായി ഹോസ്റ്റൽ റൂമിലുള്ളപ്പോൾ അന്ന് രാത്രി പറ്റണമെന്നില്ല, പിറ്റേ ദിവസം രാവിലെ കോളേജിൽ വരുന്ന സമയത്ത് ഇവർ അധികൃതരെ അറിയിക്കുക, പേരൻസിനെ വിളിച്ച് സീരിയസ് ആയി കാര്യം അറിയിക്കുക, അവർ തന്നെ നേരിട്ട് 100 നമ്പറിൽ, പോലീസ് നമ്പറിൽ വിളിച്ച് അവർ ഈ വിവരം അറിയിക്കുക. ഇങ്ങനൊരു ഭയങ്കരമായ പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സംരക്ഷണം വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്നുള്ള ഒരു കാര്യം. ജീവിതമാണ് ഏറ്റവും വലുത്, പഠനം ജീവിതത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ ആർജവത്തോടെ തിരിഞ്ഞു നിന്ന് ഇത് നടക്കില്ല, ഈ പരിപാടി നടക്കില്ല എന്ന് സീനിയർ എന്ന് പറയുന്നയാൾ 1 വർഷമോ 1.5 വർഷമോ സീനിയർ, പ്രായത്തിന് മൂത്തത്, അല്ലെങ്കിൽ അതിനു മുമ്പ് ആ കോളേജിൽ വന്നത് എന്ന് മാത്രമേ ഉള്ളൂ, അവരോട് തൻ്റെ ഇടത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് ഒരു 5 പേര് കൂടി നിന്ന് പറയാനുള്ള ആർജവം ഉണ്ടെങ്കിൽ ഇവന്മാരുടെ വാല് പൊങ്ങില്ല. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമുണ്ട്. മാതാപിതാക്കളോട് ഞാൻ എപ്പോഴും ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇനി പറയുന്ന കാര്യം കുറച്ച് കടന്ന കൈയാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനത് പറയുകയാണ്, അത് ഉത്തരവാദിത്വത്തോടെ തന്നെ പറയുകയാണ്. ഞാൻ ഒട്ടനവധി ക്യാമ്പസുകളിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇത്തരം മൃഗീയമായ പ്രശ്നങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടി രാഷ്ട്രീയക്കാർ ഓടി നടക്കുന്ന ക്യാമ്പസുകളിലാണ്. അതല്ലാതെ നല്ല തരത്തിലുള്ള എന്താ പറയുന്നത്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് രീതിയിൽ പഠനം നടക്കുന്ന ക്യാമ്പസുകളുണ്ട്. അവിടെ ഒന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം ഈ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സുരക്ഷ. അത് വെറുതെ ഒരു വെറും വാക്കാണ്. ഈ രാഷ്ട്രീയ അതിപ്രസരം ഉള്ള ക്യാമ്പസുകളിൽ കുട്ടികളെ വിട്ടാൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ 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 കൂടുതലാണ് എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ വിടുമ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഒരുപക്ഷെ രാഷ്ട്രീയമുള്ള ക്യാമ്പസ് ആണെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കുക. പൊതുവേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അതിപ്രസരമുള്ള ക്യാമ്പസുകളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. അവരോട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നം അവർ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക. പക്ഷേ വീണ്ടും ഞാനൊരു കാര്യം പറയാം, അവിടെ നമ്മൾ നിയമ നടപടിയായി പോകാൻ ശ്രമിച്ചാൽ പോലും ഈ രാഷ്ട്രീയക്കാരുടെ അതിപ്രസരം കാരണം അവർക്ക് ഇതിൻ്റെ എല്ലാം മുകളിലൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഗതി അതായി പോയി, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷൻ, ഒരു ഗവൺമെൻറ് ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയാൽ നമുക്ക് ഓപ്ഷൻ ഇല്ല. കാരണം അവിടെ രാഷ്ട്രീയക്കാരാണ് നിയന്ത്രിക്കുന്നതെല്ലാം. ഏറ്റവും മികച്ച ക്യാമ്പസുകളാണെന്ന് പറയപ്പെടുന്നതും ഈ ക്യാമ്പസുകളാണ്. അവിടെ ഈ ഓപ്ഷൻ ഇല്ല. പക്ഷേ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം അറിയണം എന്നുള്ളത് ഉറപ്പാക്കുക. അതല്ല ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവേശനം, എൻട്രി അവർക്ക് നിഷേധിച്ചിട്ടുള്ള ക്യാമ്പസ് ആണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയും. നമുക്ക് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഉണ്ടായി. അതൊന്ന് ഓർത്ത ശേഷം ഈ തീരുമാനമെടുക്കുക. അവസാനം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം,
ഈ കുട്ടികൾക്ക് തന്നെ ഒരു അവർക്ക് ഒരു സുരക്ഷ ഉണ്ട് എന്നുള്ളത് മാതാപിതാക്കൾ നേരത്തെ ഒന്ന് മുൻകൂട്ടി ഉറപ്പാക്കുക. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഇയറിൽ വരുന്ന കുട്ടികളും സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും ഹോസ്റ്റലിൽ ഇടകലർന്നല്ല അവർ താമസിക്കുന്നത് എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സുരക്ഷയും നമുക്ക് ആ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാതെ ഹോസ്റ്റലിൽ കൊണ്ട് ചേർക്കാവൂ എന്ന് ഞാൻ പറയും ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ. കാരണം അത്രയധികം കാപാലികർ അഴിഞ്ഞാടുന്ന, രാഷ്ട്രീയക്കാർ അഴിഞ്ഞാടുന്ന ഒരു മേഖലയായി നമ്മുടെ ക്യാമ്പസുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറഞ്ഞത് പല ഗവൺമെൻറ് കോളേജുകളിലെയും പ്രശ്നം. ഈ ഹോസ്റ്റൽ വാർഡൻ എന്ന ഒരു കഥാപാത്രമേ അവിടെ ഉണ്ടാകാറില്ല. അവർ വൈകിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്ന കൂടെ അവരും വീട്ടിൽ പോകും. പിന്നെ ഇവിടുത്തെ ഭരണം മുഴുവൻ ഈ സോ കോൾഡ് സീനിയേഴ്സിൻ്റെ ഭരണമായിരിക്കും. അവർ പറയുന്നതായിരിക്കും അവിടുത്തെ നിയമം. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോയാലും നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് മാത്രം പോവുക. പലരുടെയും ധാരണ കോളേജിൻ്റെ ഇതല്ലേ, നമ്മളുടെ എന്താ പറയുക, ഹോസ്റ്റലല്ലേ, അവിടെയല്ലേ സുരക്ഷിതത്വം എന്നോർത്താണ് മാതാപിതാക്കൾ അവിടെ ആക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം പുറത്തൊരു പേയിങ് ഗസ്റ്റായിട്ട് ഈ ഫസ്റ്റ് ഇയറിലെ 4 കുട്ടികൾ കൂടി താമസിക്കുന്നത് ആണ് കൂടുതൽ സുരക്ഷിതം. ഇത്തരത്തിലുള്ള ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റലുകളിൽ 1-ാം വർഷ വിദ്യാർത്ഥികളെ ആക്കുന്നതിലും നല്ലത്. അത് ഞാൻ വീണ്ടും അതും വളരെ പ്രാധാന്യത്തോടെ പറയാം. ഇനി അങ്ങനെ ആക്കുകയാണെങ്കിൽ തന്നെ അത് പ്രോപ്പർലി റൺ ഹോസ്റ്റലാണെന്നും അവിടെ ഒരു വാർഡൻ ഉണ്ടെന്നും അവർക്ക് ഉത്തരവാദിത്വമുണ്ടെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കിയെങ്കിൽ മാത്രം കുട്ടികളെ ആ രീതിയിൽ വിടുക. ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, കുട്ടികളെ ഒന്ന് എംപവർ ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവിടെ രാഷ്ട്രീയക്കാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നേതാക്കന്മാരുണ്ടായിരിക്കാം, അവരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിരിക്കാം, സീനിയേഴ്സിൻ്റെ അതിപ്രസരം ഉണ്ടായിരിക്കാം, ഒന്നും ശ്രദ്ധിക്കാത്ത അധ്യാപകരുണ്ടായിരിക്കാം, ഹോസ്റ്റൽ വാർഡൻ കഴിവുകെട്ട ഒരു ആളായിരിക്കാം. ഇതൊക്കെയാണെങ്കിലും ഈ കുട്ടികൾക്ക് ഒരു സംഘടിച്ച് അവർക്ക് പുതിയതായി വന്ന കുട്ടികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്ന, അല്ലെങ്കിൽ നിർത്താനുള്ള കഴിവുള്ള ആ ഒരു എംപവേർഡ് ആയിട്ടുള്ള കുട്ടികളാണ് എങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം അതിന് വലിയൊരു സാങ്കത്യമില്ല. കാരണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ റിബൽ ചെയ്യും. അവർ വിവരങ്ങൾ അറിയിക്കും, അവർ മീഡിയയെ ഈ കാര്യം അറിയിക്കും, അവർ പത്രമാധ്യമങ്ങളെ വിവരം ഒരുപക്ഷെ വിളിച്ചറിയിക്കും, പോലീസിനെ അറിയിക്കും, അല്ലെ കൺട്രോൾ റൂമിൽ അറിയിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ നടപടി എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. നടപടി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം മീഡിയ അറ്റൻഷനൊക്കെ വന്നു. അല്ലെങ്കിൽ ഇവരെ ഒതുക്കി തീർക്കും, ഒരു സംശയവും വേണ്ട. ഇവർക്ക് വ്യക്തമായി ഇതിനുള്ള അജണ്ടയും കാര്യങ്ങളുമുണ്ട്, അവർ ഒതുക്കി തീർക്കും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാതെ ഇത്തരം ആൾക്കാരെ പുറത്ത്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ ഈ ഒരു സാഹചര്യം ഉണ്ടാകാതെ, കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു പഠനാന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന് ഉറപ്പാക്കണം. കരിയർ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലൊക്കെ വലിയ സ്വപ്നങ്ങളുമായി വരുന്ന വിദ്യാർത്ഥികളുടെ ജീവിതമാണ് ഇത്തരത്തിലുള്ള ഈ നരാധമന്മാർ ശരിക്കും പറഞ്ഞാൽ നശിപ്പിച്ച് പിഴുത് എറിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഇനിയൊരു ക്യാമ്പസിൽ ഇത്തരത്തിലുള്ള രക്തം വീഴാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ഏതായാലും ഈ പ്രശ്നത്തിലുണ്ടായ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ അതിലുണ്ടായില്ലെങ്കിൽ അവർക്ക് ഇനിയൊരു ഉന്നത പഠനം സാധ്യമാകാത്ത രീതിയിലും ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നിയമ നടപടികളിലേക്ക്, ശിക്ഷാ നടപടികളിലേക്കും പോകുന്നൊരു സാഹചര്യവും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളുടെ കാര്യമായതുകൊണ്ട് ഇതെവിടെ എത്തും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇത്രയും വരെ എത്തി എന്നുള്ളത് അക്കാര്യത്തിൽ വലിയൊരു നേട്ടം തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.